അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. ഈ ആപ്പിളിൽ ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് ആപ്പിള്. അപ്പോൾ കൊളസ്ട്രോൾ കുറച്ച് ഹൃദയത്തിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുവാനും ശരീരഭാരം കുറയ്ക്കുവാനും പ്രമേഹം കൺട്രോൾ ചെയ്ത് വെക്കുവാനും ആപ്പിള് ദിവസവും കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. ഇതിൽ ഒരുപാട് നാരുകളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വിശപ്പ് കുറയ്ക്കാൻ സഹായിക്കുകയും ദീർഘനേരം നമ്മുടെ വയറ് നിറഞ്ഞിരിക്കാൻ സഹായിക്കുകയൊക്കെ ചെയ്യും. തലച്ചോറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ ക്യാൻസർ വരാനുള്ള സാധ്യത കുറയ്ക്കുവാനും ഒക്കെ ഈ ആപ്പിള് ഒരുപാട് സഹായിക്കും. അപ്പോൾ 1/4 കിലോ ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ക്യാരറ്റാണ്. ക്യാരറ്റിലും ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് ക്യാരറ്റ്. ഇതും ഞാനിപ്പോൾ 1/4 കിലോ ആണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് പോഷകങ്ങളുടെ കലവറയാണ് ക്യാരറ്റ്. ചർമ്മത്തിന് ആരോഗ്യം നിലനിർത്താനും നമ്മുടെ ചർമ്മം നല്ല തിളക്കമുള്ളതാക്കി വെക്കാനും നല്ല കളറൊക്കെ വെക്കുവാനും കണ്ണിന് നല്ല കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ശരീരഭാരം കുറച്ച് പ്രായം കുറച്ച് നിർത്തുന്നതിനും മുഖക്കുരു ഉണ്ടാകുന്നത് തടയുകയും അതുപോലെ പുതിയ സെല്ലുകൾ ഉണ്ടാകുവാനൊക്കെ ഈ ക്യാരറ്റ് ദിവസവും കഴിക്കുന്നതും നല്ലതാണ്. അപ്പൊ അത് ഒരു 1/4 കിലോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ബീറ്റ്റൂട്ട് ആണ്. അതും ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് ഈ ബീറ്റ്റൂട്ട്. അപ്പൊ ബീട്രൂട്ട് ഒരു സൂപ്പർ ഫുഡാണെന്ന് തന്നെ പറയാം. രക്തസമ്മർദ്ദം കുറയ്ക്കാനും വളർച്ച തടയാനും ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ബീട്രൂട്ട് കഴിക്കുന്നത് നല്ലതാണ്. അണുബാധകളിൽ നിന്ന് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുവാനും ഒക്കെ സഹായിക്കും. ബീട്രൂട്ട് കഴിക്കുന്നത് പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ആരോഗ്യവും ദീർഘായുസ്സും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. ഇപ്പൊ എല്ലാം ഞാൻ 1/4 കിലോ അളവിലാണ് എടുത്തിട്ടുള്ളത്. ബീട്രൂട്ട്, ആപ്പിൾ, ക്യാരറ്റ്. അപ്പൊ 3ഉം 1/4 കിലോ വീതമാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതിന്റെ തൊലിയെല്ലാം ഒന്ന് മാറ്റിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുകയോ ചെയ്യാം. ഇപ്പൊ ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആപ്പിളിന്റെ കുരുവെല്ലാം കളഞ്ഞതിന് ശേഷമാണ് ഇതാ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്തെടുത്ത ആപ്പിളും ക്യാരറ്റും ബീറ്റ്റൂട്ടും ഒക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ വെള്ളം ഒന്നും ഒഴിക്കാതെയാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ അരച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചിട്ടെടുക്കാം. ഇപ്പം എല്ലാം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ അരച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് അരച്ചിട്ടെടുക്കുക. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു പാനിലേക്ക് ഒരു 1/2 കപ്പ് ബദാം ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് കശുവണ്ടി കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഏലക്ക ചേർത്ത് കൊടുക്കാം. ഞാനൊരു 10 ഏലക്ക ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 3 or 4 ഒക്കെ അധികം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ബദാമും കശുവണ്ടിയൊക്കെ ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ്. ബദാമൊക്കെ ദിവസം കഴിക്കുന്ന ഒരുപാട് നല്ലതാണ്. അതുപോലെ തന്നെ കശുവണ്ടി കുറഞ്ഞ അളവിൽ കഴിച്ചാൽ മതി, ഒരുപാടൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കശുവണ്ടിയും ബദാമൊക്കെ നല്ലോണം ചൂടായി റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി വലുതായിട്ട് നിറമൊന്നും മാറേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലതുപോലെ ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഇനി ഫ്ലെയിം ഓഫാക്കി ഇത് ചൂട് മാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അതേ പാനിൽ തന്നെ നമ്മൾ അടിച്ചു വെച്ച ആപ്പിള് അതുപോലെ ക്യാരറ്റ് ബീറ്റ്റൂട്ട് അടിച്ചെടുത്തതെല്ലാം കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് 1/2 കിലോ ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതുപോലെ ഓർഗാനിക് ശർക്കര ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ മണ്ണും കല്ലും മണ്ണും ഒന്നും ഇല്ലാത്ത ശർക്കര നോക്കി എടുക്കുക. ഇപ്പൊ ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് പഞ്ചസാരയിൽ വേണമെങ്കിൽ ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. പഞ്ചസാര ചെയ്തിട്ടെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും. പഞ്ചസാരയിൽ റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം നമ്മൾ പാനിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക. 1/2 കിലോ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നമ്മൾ ഒന്ന് ഉരുക്കിയെടുത്ത് ഒറ്റ നൂൽ പരുവം ആവുന്നത് വരെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ ഈ അരച്ചെടുത്ത മിക്സ് ചേർത്ത് കൊടുത്ത് ബാക്കി നമ്മൾ ചെയ്തിട്ടെടുക്കുന്നത് പോലെ അങ്ങ് റെഡിയാക്കി എടുത്താൽ മതിയാവും. മീഡിയം ടു ഹൈ ഫ്ലെയിം വേണം വെച്ച് കൊടുക്കാനായിട്ട്. കൈവിടാതെ ഇത് ഇളക്കി കൊടുക്കുകയും വേണം. നമ്മൾ ഇളക്കി കൊടുക്കും തോറും ഇത്
ശർക്കര ഉരുകി ഉരുകി ഇത് ലൂസായി മാറും. അപ്പോൾ ശർക്കര ഉരുകി കുറച്ചും കൂടെ അത് ലൂസായി വന്നിട്ടുണ്ട്. അപ്പോൾ കൈ വിടാതെ ഇളക്കി കൊടുത്ത് ഇതൊന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതിങ്ങനെ വറ്റി വരും തോറും ഇങ്ങനെ തെറിച്ച് വരും. അപ്പോൾ നമ്മുടെ ദേഹത്തൊക്കെ വീഴാണെന്നുണ്ടെങ്കിൽ പൊള്ളും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വലിയ കടായി എടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് മൂടി വെച്ചിട്ട് ഇളക്കി കൊടുക്കുകയോ ചെയ്യാം. വറ്റി വരും തോറും ഇത് ഇങ്ങനെ പൊട്ടി തെറിക്കും. അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം റോസ്റ്റ് ചെയ്ത് അതിൻ്റെ ചൂടൊക്കെ മാറിയിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന കശുവണ്ടി, ബദാം, ഏലക്ക ഇതിൻ്റെ പൊടി മുഴുവനും അങ്ങ് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇളക്കി കൊടുക്കും തോറും ഇത് നല്ലോണം ഡ്രൈ ആയിട്ട് വരും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പകുതി ശർക്കര പകുതി പഞ്ചസാര അങ്ങനെ വേണമെങ്കിലും ചെയ്തിട്ടെടുക്കാവുന്നതാണ്. സ്പാച്ചില മാറ്റിയിട്ട് ഒരു തടിത്തവി വെച്ചിട്ടാണ് ഇളക്കുന്നത്. ഇളക്കിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അവസാനം നമ്മൾ ഇതുപോലെ ഡ്രൈ ആയി വരുന്ന സമയത്ത് സ്പാച്ചില കൊണ്ട് ഇളക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ചും കൂടെ ഒന്നാവാനുണ്ട്. കണ്ടില്ല, നല്ലതുപോലെ ഇതാ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ചെറുതായിട്ടൊന്ന് ചൂട് മാറുന്നവരെ ഇളക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വലുപ്പമുള്ള കട്ടകളായി പോവും. ഇപ്പോൾ കണ്ടില്ല, നമ്മൾ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ചൂട് മാറി കഴിയുമ്പോൾ ഇതുപോലെ ഈ ഒരു രീതിക്കാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ കുത്തി ഇതുപോലെ ആക്കി ഇട്ട് കൊടുക്കുക. ചൂട് മാറും തോറും ഇത് നല്ലതുപോലെ പൊടിഞ്ഞ് നല്ല പൗഡർ പരുവത്തിനായി കിട്ടും. അതുവരെയും നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും. ഇപ്പോൾ കണ്ടില്ലേ, ഇളക്കി കൊടുത്ത് വരുന്ന സമയത്ത് ഇതുപോലെ പൊടിയായിട്ട് കിട്ടും. അപ്പം ചെറിയൊരു ചൂടുണ്ട്. ഈ ചൂട് മാറിക്കഴിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചിട്ട് അരിച്ചിട്ട് വേണം എടുക്കാൻ. ഇപ്പം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം നല്ലതുപോലെ ഒന്ന് പൊടിച്ച് ഇതായി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് കിട്ടുന്നത്. ഇനി നമുക്കിതൊന്ന് അരിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കട്ടകളുള്ളത് ബാക്കി നമ്മൾ പൊടിക്കാനുള്ളതിൽ കൂടി ഇട്ട് പൊടിച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളടങ്ങിയ ABC പ്രോട്ടീൻ പൗഡർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഈർപ്പമൊന്നുമില്ലാത്ത ഗ്ലാസിൻ്റെ ജാറിൽ നമ്മൾ ഇട്ട് വെച്ച് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ 8 മാസം നമുക്ക് ഇത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ആവശ്യത്തിന് മാത്രം എടുത്താൽ മതിയാവും. ഇപ്പം ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ ABC പ്രോട്ടീൻ പൗഡർ ഇട്ട് കൊടുക്കാം. കുറച്ച് കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ABC പ്രോട്ടീൻ പൗഡർ 1 ടീസ്പൂണൊക്കെ കൊടുത്താൽ മതിയാകും. നമ്മൾ വലിയവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ മുതൽ 3 ടീസ്പൂൺ വരെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. അതെല്ലാം ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പാലിലോ അല്ലെങ്കിൽ തിളപ്പിച്ച ചെറിയ ചൂടുള്ള വെള്ളത്തിലോ കലക്കി കുടിക്കാവുന്നതാണ്. ഇതിൽ ധാരാളം വൈറ്റമിൻസും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ദിവസവും കഴിക്കാവുന്നതാണ്. ദിവസവും കഴിച്ചില്ലെങ്കിൽ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ കഴിക്കാം. സ്കിന്നിൻ്റെ നിറമൊക്കെ കൂടി സ്കിന്നിൻ്റെ ചുളിവൊക്കെ മാറി യുവത്വം നിലനിർത്താൻ സഹായിക്കും. അതുകൂടാതെ തന്നെ BP കുറയ്ക്കുവാനും ഇമ്മ്യൂണിറ്റി പവറൊക്കെ കൂട്ടാനും ശരീരത്തിലെ വിഷാംശവും ഒക്കെ മാറ്റി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ ഇത് സഹായിക്കും. അതുപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ പ്രോട്ടീൻ പൗഡർ ഇട്ടുള്ള പാല് കുടിക്കുന്നത് ഒരുപാട് സഹായിക്കും.
അപ്പം ദിവസവും കുടിക്കേണ്ട ആവശ്യമില്ല, ഒന്നിട വിട്ടുള്ള ദിവസങ്ങളിൽ കുടിച്ചാലും മതി. അതുപോലെ തന്നെ ഇത് വെറും വയറ്റിലാണ് കുടിക്കാനുള്ളത്. അപ്പം വെറും വയറ്റിൽ കുടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിനും ഇടയ്ക്ക് വേണം, നമ്മൾ ഒന്നും കഴിക്കാതിരിക്കുന്ന സമയത്തുണ്ടല്ലോ, ആ ഒരു സമയത്ത് കുടിക്കുക. അത്ഭുതകരമായിട്ടുള്ള മാറ്റമാണ് ഈ മിൽക്ക് കുടിക്കുന്നവരുടെ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ABC പ്രോട്ടീൻ പൗഡർ വെച്ചിട്ടുള്ള മിൽക്ക് റെഡിയാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്